നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചെയ്തിട്ടുള്ള ടെസ്റ്റ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആയിരിക്കും. ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് അനീമിയ അല്ലെങ്കിൽ വിളർച്ചയുണ്ടോ, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവ് നോർമലാണോ, നിങ്ങൾക്ക് റീസെൻ്റായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ, ഇത്തരത്തിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ഈ കൗണ്ടിനെ മാറ്റാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. രക്തത്തിൻ്റെ കൗണ്ട് കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണം ഏതൊക്കെയാണ്? ഈ വീഡിയോയുടെ വിഷയം അതാണ്. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിനെ കുറിച്ച് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ നോർമൽ വാല്യൂസ് എന്തൊക്കെയാണ്. നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ ആ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാവുന്നതാണ്. ഇനി ഓൾറെഡി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളുടെ ബ്ലഡിൽ മെയിൻലി 3 തരത്തിലുള്ള കോശങ്ങളാണുള്ളത്. അതിലൊന്ന് റെഡ് ബ്ലഡ് സെൽസ് ആണ്, രണ്ടാമത്തത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്, മൂന്നാമത്തത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. മൂന്നിനും വേറെ വേറെ ഫങ്ഷൻസ് ആണുള്ളത്. നമുക്ക് ആദ്യം വൈറ്റ് ബ്ലഡ് സെൽസിനെ കുറിച്ച് പറയാം. വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് 5 തരത്തിലുണ്ട്. ലിംഫോസൈറ്റ്സ്, ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്സ്. വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോഡിയിൽ എവിടെയെങ്കിലും ഇൻഫ്ലമേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കൈകാര്യം ചെയ്യുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസെൻ്റ്ലി ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു സാധാരണ ജലദോഷം, പനിയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളുടെ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ അളവ് കൂടുന്നതായിട്ട് കാണാം. കാരണം കൂടുതൽ ലിംഫോസൈറ്റ്സും കൂടുതൽ ന്യൂട്രോഫിൽസും വേണം ആ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാൻ. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഈ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ അളവ് കൂടുന്നതല്ല, കുറഞ്ഞു പോകുന്ന അവസ്ഥയെ കുറിച്ചാണ്. ഇത് കുറഞ്ഞു നിൽക്കുന്നത് സാധാരണ രോഗപ്രതിരോധ ശേഷി കുറയുന്ന ആൾക്കാർക്കാണ്. എല്ലാവർക്കും ഒരേ ലെവലിലല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവുക. വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ അളവ് കൂട്ടാനും നിങ്ങൾക്ക് എളുപ്പം രോഗങ്ങൾ വരാതിരിക്കാനും ഇൻഫ്ലമേഷൻ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി ഇഫക്റ്റീവായി മാനേജ് ചെയ്യാൻ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് അത്യാവശ്യമാണ്. ഈ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ നോർമൽ ലെവൽ നിലനിർത്താൻ നിങ്ങൾക്ക് ചില തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. ഇത് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്റ്റഡിയിൽ മെഡിറ്ററേനിയൻ ഡയറ്റിനെയും ലോ ഫാറ്റ് കൺട്രോൾഡ് ഡയറ്റിനെയുമാണ് കമ്പയർ ചെയ്തത്. മെഡിറ്ററേനിയൻ ഡയറ്റ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റാണ്. ഇതിൽ മീറ്റ് പ്രൊഡക്ട്സിനേക്കാളും കൂടുതൽ ഫിഷും വെജിറ്റബിൾ ഓയിൽസൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സീരിയൽസ്, ധാന്യങ്ങൾ ഉപയോഗിക്കുന്നതും കുറവാണ്. മെഡിറ്ററേനിയൻ ഡയറ്റ് കഴിക്കുന്നതിനനുസരിച്ച് വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ അളവിൽ വ്യത്യാസം വരുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ഈ സ്റ്റഡിയുടെ അവസാനം അവർ കണ്ടെത്തിയത് മെഡിറ്ററേനിയൻ ഡയറ്റ് കൃത്യമായിട്ടും ഫോളോ ചെയ്യുന്നവർക്ക് വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ അളവ് കുറഞ്ഞു പോകാറില്ല, നോർമൽ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇമ്മ്യൂണിറ്റിയും കൂടുതലാണ്. മെഡിറ്ററേനിയൻ ഡയറ്റിൽ ഓൾറെഡി ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് കൂടുതലുണ്ട്. ഇത്തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഓൾറെഡി ഉള്ളവർക്കാണ്. മെഡിറ്ററേനിയൻ ഡയറ്റിൽ അടങ്ങിയിരിക്കുന്ന പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും omega-3 ഫാറ്റി ആസിഡ്സും പോളിഫീനോളിക് കോമ്പൗണ്ട്സും ഒക്കെയാണ് വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ സ്റ്റഡിയിൽ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ മാത്രമല്ല വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ടിൽ വരുന്ന മാറ്റങ്ങൾ കുറച്ചു നിർത്താനും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ളവർക്കും എൽഡർലി പേഴ്സൺസിനും ഓൾ കോസ് മോർട്ടാലിറ്റി കുറയ്ക്കാൻ പോലും മെഡിറ്ററേനിയൻ ഡയറ്റ് ഹെൽപ്ഫുൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് മരണം സംഭവിക്കാം. ഇത്തരത്തിലുള്ള എല്ലാ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മരണനിരക്ക് കുറച്ചു നിർത്താനും മെഡിറ്ററേനിയൻ ഡയറ്റിന് റോൾ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. ഇനി മെഡിറ്ററേനിയൻ ഡയറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ബ്ലഡിലുള്ള പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ച് പറയാം. പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡിലുള്ള ഏറ്റവും ചെറിയ തരത്തിലുള്ള കോശങ്ങളാണ്. പ്ലേറ്റ്ലെറ്റ്സ് കൂടി ചേർന്നാലേ രക്തം കട്ട പിടിക്കുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡെങ്കിപ്പനിയൊക്കെ വരുന്ന സമയത്ത് കുറഞ്ഞു പോകുന്നത് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടാണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 1.5 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെയൊക്കെയാണ്. നിങ്ങൾ എക്കോസ്പിരിൻ അല്ലെങ്കിൽ ആസ്പിരിനോ ക്ലോപ്പിഡോഗ്രൽ എന്നൊക്കെ പറഞ്ഞ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ വർക്ക് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ ബ്ലോക്ക് ചെയ്തിട്ടാണ്. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ റോൾ അവിടെയും തീരുന്നില്ല. പലതരത്തിലുള്ള മെറ്റബോളിക് കണ്ടീഷൻസിലും പ്ലേറ്റ്ലെറ്റിൻ്റെ റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത് തലച്ചോറിനെ ബാധിക്കുന്ന ആൽസിമേഴ്സ് പോലത്തെ ന്യൂറോളജിക്കൽ ഡിസീസ് ആണെങ്കിലും മറ്റ് പലതരത്തിലുള്ള ഡിമെൻഷ്യ ആണെന്നുണ്ടെങ്കിലും ഇതിലെല്ലാം പ്ലേറ്റ്ലെറ്റിന് ഒരു റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേറ്റ്ലെറ്റ്സ് നോർമൽ ലെവലിൽ നിലനിർത്തുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്ലേറ്റ്ലെറ്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനും പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ലെവൽ നോർമലായി നിലനിർത്താനും നിങ്ങൾക്ക് ഓൾറെഡി പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് കൂട്ടാനും പലതരത്തിലുള്ള ഭക്ഷണത്തിന് കഴിയുന്നതാണ് പറയുന്നത്. ആദ്യം നമുക്ക് പ്ലേറ്റ്ലെറ്റിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണത്തിനെ കുറിച്ച് പറയാം. ഇതിൽ വരുന്നത് മെയിൻലി ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ്. പലതരത്തിലുള്ള ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിലും ഇതിന് കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഫ്രൂട്ട്സിൽ അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട്, വെജിറ്റബിൾസിൽ വെജിറ്റബിൾ ഓയിലാണ് കാര്യമായിട്ടും പറയുന്നത്. മറ്റൊരു സ്റ്റഡിയിൽ പറയുന്നത് മെഡിറ്ററേനിയൻ ഡയറ്റ് പോലത്തെ ഒരു ഡയറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ലോങ് ചെയിൻ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും പോളിഫീനോളിക് കോമ്പൗണ്ട്സിനെല്ലാം പ്ലേറ്റ്ലെറ്റിൻ്റെ അഗ്രിഗേഷൻ, അതായത് ക്ലോട്ടിംഗ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, അതിനെ
കുറച്ച് നിർത്താനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മെറ്റബോളിക് കണ്ടീഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഡിമെൻഷ്യ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, മെറ്റബോളിക് സിൻഡ്രോം, ഇത്തരത്തിലുള്ള കണ്ടീഷൻസിന് ഫോളോ ചെയ്യാൻ പറ്റിയ ഡയറ്റ് മെഡിറ്ററേനിയൻ ഡയറ്റ് ആണെന്നാണ് പറയുന്നത്. ഇനി പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണത്തിനെ കുറിച്ച് പറയാം. ഇത് പ്രധാനമായിട്ടും ആവശ്യമുണ്ടാവുക ഡെങ്കി ഫീവർ വന്നിട്ടുള്ള ആൾക്കാർക്കും ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുള്ളത് പപ്പായ ലീഫാണ്. ഒരു ദിവസം 3000 മില്ലിഗ്രാം പപ്പായ ലീഫ് എക്സ്ട്രാക്ട്സ് കഴിക്കുകയാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാൻ സാധിക്കുന്ന പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുണ്ട്. ഡെങ്കിപ്പനിയിൽ മാത്രമല്ല ക്രോണിക് ITP എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. ITP എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിക് പെർപ്യൂറിയാണ്. ത്രോംബോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സ് തന്നെയാണ്. പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു ഇമ്മ്യൂണോളജിക്കൽ കണ്ടീഷനാണ് ക്രോണിക് ITP എന്ന് പറയുന്നത്. ഈ കണ്ടീഷനിലും കാരിക്ക പപ്പായ ലീഫ് എക്സ്ട്രാക്ട്സ് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാൻ പലതരത്തിലുള്ള ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും കഴിവുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കേണ്ട. പക്ഷേ പപ്പായ ലീഫ് എക്സ്ട്രാക്ട്സ് കഴിക്കുന്നത് പ്രൈമറി ട്രീറ്റ്മെൻ്റ് അല്ല, മറ്റു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ എടുക്കാൻ പറ്റുന്ന സെക്കൻഡറി അല്ലെങ്കിൽ അഡ്ജങ്ക്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. രക്തത്തിലുള്ള മെയിൻ ആയിട്ടുള്ള 3ാമത്തെ ബ്ലഡ് സെല്ലുകൾ റെഡ് ബ്ലഡ് കോർപ്പസൽസ് ആണ്, അല്ലെങ്കിൽ RBC എന്ന് പറയും. ഇതിൻ്റെ അളവ് കുറയുന്ന സമയത്താണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാകുന്നത്. ഹീമോഗ്ലോബിൻ്റെ അളവും RBC കൗണ്ട് കുറയുന്നതും ഇതിൻ്റെയൊക്കെ കൗണ്ട് കുറയുന്ന സമയത്ത് വിളർച്ച മാറാൻ എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നുള്ളത് അധികം ആൾക്കാർക്ക് പറയുന്ന കാര്യമാണ്. അനീമിയ പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് വരാം. അയൺ ഡെഫിഷ്യൻസി അനീമിയ അയണിൻ്റെ കുറവ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഇതിൻ്റെ ഉദാഹരണം കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ്. പച്ച നിറത്തിനേക്കാളും റെഡ്, യെല്ലോ, ഓറഞ്ച് കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. പൾസസിലും ലെഗ്യൂംസിലും പരിപ്പ് വർഗ്ഗങ്ങളിലും മീറ്റ് പ്രോഡക്ട്സിലും ഫിഷിലും അയൺ കണ്ടൻറ്റ് കൂടുതലുണ്ട്. മറ്റു തരത്തിലുള്ള അനീമിയ ഉണ്ടാകുന്നത് ഒന്നിക്കൽ വൈറ്റമിൻ B12 കുറയുമ്പം, അല്ലെങ്കിൽ മറ്റൊരു വിറ്റാമിൻ B ആണ് ഫോളിക് ആസിഡ്, അത് കുറയുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിലുള്ള അനീമിയ ആണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ B12ഉം ഫോളിക് ആസിഡും കൂടുതലുള്ള തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. വൈറ്റമിൻ B12 വെജിറ്റേറിയൻ ഫുഡിനേക്കാളും നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലാണ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. ഫോളിക് ആസിഡ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലും ഉണ്ട്, അതിന് പുറമെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബ്ലഡിൻ്റെ കൗണ്ടും നോർമൽ ലെവലിൽ തന്നെ നിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം പൊതുവായിട്ടുള്ള ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. നിങ്ങൾ കഴിക്കുന്ന മരുന്നിനനുസരിച്ചും നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷനനുസരിച്ചും ചിലപ്പോൾ ഈ ഡയറ്റിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ഭക്ഷണത്തിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചാനൽ മെമ്പേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മറ്റ് വീഡിയോസ് കാണാവുന്നതാണ്. നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഉത്തരം ആദ്യം ലഭിക്കുന്നത് ചാനൽ മെമ്പേഴ്സിനായിരിക്കും. നിങ്ങൾക്കും ഈ ചാനലിൻ്റെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ചാനൽ മെമ്പർഷിപ്പിൻ്റെ ലിങ്കും നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാവുന്നതാണ്. നിങ്ങൾക്കിനി ഏത് തരത്തിലുള്ള ഭക്ഷണത്തിനെ കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത്, നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണ് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അധികം ആൾക്കാർക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള മെഡിറ്ററേനിയൻ ഡയറ്റോ അല്ലെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും എല്ലാ ദിവസവും കഴിക്കാൻ സാധിക്കാറില്ല. ഇങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കുറഞ്ഞു പോകാതിരിക്കാൻ ഭക്ഷണത്തിൻ്റെ കൂടെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സും കഴിക്കാവുന്നതാണ്. 100ൽ കൂടുതൽ ഇത്തരത്തിലുള്ള വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് കാണാം. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണവും മികച്ച ഡയറ്റിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. നിങ്ങൾ ഇനിയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.